ഈശോമിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷിവാഗോ മോസസ് മോറിസ്. ഞാൻ കൊല്ലം ജില്ലയിൽ നീണ്ടകര സെൻറ്റ് സെബാസ്റ്റ്യൻ ഇടവക അംഗമാണ്. കഴിഞ്ഞ 25 വർഷമായി ഞാൻ സൗദി അറേബ്യയിൽ പ്രവാസ ജീവിതം നയിച്ചു വരികയാണ്. ആയിരത്തി 1999 ഞാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ 10ാം ക്ലാസ് പാസ്സായതിനു ശേഷം ബാംഗ്ലൂരിൽ കുറേ കാലം ഒരു 3 വർഷം ഞാൻ അവിടെ പോയി ഒരു കമ്പനിയിൽ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്തത്. അതായത് വെൽഡിങ്ങിൻ്റെ ട്രെയിനി ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. അവിടുന്ന് തിരിച്ച് ചില വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് തിരിച്ച് നാട്ടിൽ വരേണ്ടി വന്നു. പിന്നെ പോകാൻ പറ്റിയില്ല. നാട്ടിൽ തന്നെ ഞാനിവിടെ ഹാർബറിൽ, ഞങ്ങളുടെ ഹാർബർ മേഖലയിൽ ലേലത്തിൻ്റെ പണിക്കായിട്ട് എൻ്റെ ഒരു സഹോദരൻ്റെ കൂടെ, എൻ്റെ ഒരു ബ്രദർ ടോണി എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ പോയി. അങ്ങനെ ഇരിക്കവെയാണ് എനിക്ക് എൻ്റെ ഒരു സുഹൃത്ത് വന്ന് പറഞ്ഞു, ഇത് എനിക്ക് സൗദി അറേബ്യയിലേക്ക് ഒരു ഷിപ്പ് യാർഡിലേക്ക് ഒരു വേക്കൻസി ഉണ്ട്, വെൽഡറിൻ്റെ വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇന്ന ദിവസം ഇൻ്റർവ്യൂ ആണ്, നിങ്ങൾക്ക് പോകാം, വരാൻ താല്പര്യമുണ്ടോ? അങ്ങനെ ഞങ്ങളൊരു 3 പേരാണ് ഇവിടുന്ന് പോകുന്നത്. അങ്ങനെ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. ആ പഴയ ഞാൻ ബാംഗ്ലൂർ നിന്ന കമ്പനിയിൽ സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടിയില്ല. ഞാൻ അവിടുന്ന് തിരിച്ചു ചെല്ലുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ നാട്ടിൽ വന്നിട്ട് എനിക്ക് തിരിച്ച് പോകാൻ പറ്റിയില്ല. അങ്ങനെ ഇവിടെ ഡീനാ മറൈൻ എന്ന് പറയുന്ന ബോട്ട് യാർഡുണ്ട് ഇവിടെ കൊല്ലം ജില്ലയിൽ കാവനാട്. അവിടെ എൻ്റെ ഒരു സുഹൃത്ത് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, റോയി. അപ്പോൾ റോയിയോട് ഞാൻ പറഞ്ഞു, റോയി പറഞ്ഞു, കുറച്ച് നാൾ അവിടെ വാ, അവിടെ വന്നിട്ട് ഇച്ചിരി നേരം ഇത്ര നാൾ പണിയാൻ പറഞ്ഞു. അങ്ങനെ കുറച്ച് നാൾ അവിടെ പോയി ജോലി ചെയ്ത് ഞാൻ. അങ്ങനെ അദ്ദേഹം വഴിയായിട്ട് എനിക്ക് അവിടുന്ന് ഡീനാ മറൈൻ ബോട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ് തന്നു, വെൽഡറായിട്ട്. ആ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നത്. ഇൻ്റർവ്യൂവിന് ചെന്നപ്പോഴത്തേക്ക് ഒരു ഈജിപ്ഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ പേര് ഹസൻ ഖലീൽ എന്നാണ്. അപ്പോൾ അദ്ദേഹം ഈ സർട്ടിഫിക്കറ്റ് കണ്ടിട്ട്, നീ ഡീനാ മറൈനിൽ വർക്ക് ചെയ്യാണോ എന്ന് വിചാരിച്ചു. കാരണം ഞാൻ പിന്നീടാണെന്ന് അറിയുന്നത്, ഈ ഞങ്ങളുടെ കമ്പനിയുടെ തൊട്ടടുത്ത് തന്നെ ഡീനാ മറൈൻ ബോട്ട് ഷിപ്പ് ബിൽഡിംഗ് എന്നും പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇവിടുത്തെ ഈ ബോട്ട് യാർഡിൻ്റെയും പേര് അതും സെയിം ആയിക്കൊണ്ട് അദ്ദേഹം അതിൽ ഇമ്പ്രസ്സായി. അങ്ങനെയാണ് എന്നെ അവിടെ വെൽഡറായിട്ട് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ 1999 ഒക്ടോബർ 31-ാം തീയതി ഞാൻ സൗദി അറേബ്യയിൽ ആദ്യമായി ഇറങ്ങിയാണ്. അങ്ങനെ അവിടെ പോയി 2 വർഷം കഴിഞ്ഞ് വെൽഡറായിട്ടാണ് ഞാൻ പോയത്. ഞങ്ങൾ പുതിയ പ്രൊജക്റ്റൊക്കെ അവിടെ തുടങ്ങി. പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ലീഡ്മാനായി, ഫോർമാനായി. അങ്ങനെ പുതിയ ഷിപ്പ് ബിൽഡിംഗ് പ്രൊഡക്ഷനൊക്കെ വന്നു. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ അവിടെ ഫോർമാനായ സമയത്ത് ഞങ്ങളുടെ ഒരു മെയിൻ്റനൻസ് മാനേജർ വരികയാണ്, ഒരു UK കാരൻ. അദ്ദേഹം വന്നിട്ടാണ് ഈ റിഗുകളുടെയൊക്കെ പണി കോൺട്രാക്റ്റ് പിടിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ മെയിൻ്റനൻസിലേക്ക് എന്നെ റെഫർ ചെയ്തു അവർ. ഫസ്റ്റ് റിഗിൽ ജോലി ചെയ്തു. സെക്കൻഡ് റിഗിൽ അറാംകോയുടെ ഒരു റിഗിലേക്ക് എനിക്ക് ഓഫ്ഷോറിൽ, അതായത് കടലിൽ പോകേണ്ടി വന്നു. അപ്പോൾ ഈ സമയങ്ങളിൽ, ഞാൻ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ ഉണ്ടായിരുന്ന, ഞങ്ങൾ വെള്ളിയാഴ്ചകളിലാണ് ഞങ്ങൾക്ക് അവിടെ ഓഫ്. അപ്പോൾ ആ സമയങ്ങൾക്ക് ഞങ്ങൾക്ക് ഫുൾ ഓവർ ടൈമാണ്. ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ദമാമിൽ തന്നെ ഒരു തോമസ് ബ്രദറിൻ്റെ ഒരു ഫ്ലാറ്റിൽ കേരള കാത്തലിക് അസോസിയേഷൻ എന്ന് പറഞ്ഞ് ഒരു കൂട്ടായ്മയുണ്ട്, അതിൽ ഞങ്ങൾ പങ്കെടുക്കാൻ പോകും. അപ്പം ഞാൻ മിക്കപ്പോഴും ഓവർ ടൈം കളഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ഫോർമാൻ എന്നോട് പറയും, എന്നെ മോസസ് എന്നാണ് അവിടെ അവർ വിളിക്കുന്നത്. മോസസ്, ഈ ഓവർ ടൈമൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഓവർ ടൈമിൽ കൂടെ ആണല്ലോ കിട്ടുന്നത്. ഈ തുച്ഛമായ സാലറിയിൽ ഒന്നും പറ്റത്തില്ലല്ലോ, ഓവർ ടൈം ആണല്ലോ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഓവർ ടൈം കളഞ്ഞ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ പറയും, തോമസ് ചായ, ഓവർ ടൈം കളഞ്ഞ് 4 മണിക്കൂറും വേണ്ടി നമ്മൾ ദൈവത്തിന് വേണ്ടി കളഞ്ഞു കഴിഞ്ഞാൽ 40 മണിക്കൂർ നമുക്ക് തിരിച്ചു തരാൻ കഴിവുള്ള കർത്താവിലാണ് നമ്മുടെ വിശ്വാസം. അത് ഞാൻ ഇപ്പോഴത്തെ ഈ 4 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂർ ഞാൻ കാര്യമാക്കുന്നില്ല എന്ന് പറയും. അപ്പോൾ പലപ്പോഴും എനിക്ക് ഓവർ ടൈം കളഞ്ഞ് പോകുന്നതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ജോബ് ആയിക്കൊണ്ടും
എനിക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് സൂപ്പർവൈസർ മാനേജർ എന്നെ വിളിച്ച് വാൺ ചെയ്യാറുണ്ട്, വെള്ളിയാഴ്ച വരണം, പോകാതിരിക്കരുത്. എങ്കിലും ഞാനത് മാക്സിമം വെള്ളിയാഴ്ച ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് തന്നെ പോകുമായിരുന്നു. പിന്നെ ബുധനാഴ്ചകളിൽ മിക്കപ്പോഴും ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾക്ക് അവിടെ ജപമാലയുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം രഹസ്യമായിട്ടാണ് അവിടെ ഞങ്ങൾ ചെയ്യുന്ന ഒരു ഫ്ലാറ്റിൽ. അതിലൊക്കെ പങ്കെടുക്കുകയായിരുന്നു. ഈ സമയങ്ങളാണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് റിഗിലേക്ക് പോകാൻ വേക്കൻസി കിട്ടുന്നതും. 2006 ഞാൻ റിഗിലേക്ക് പോകുന്നത്. ഓഫ്ഷോറിൽ സൗദി അറേബ്യയിൽ ആദ്യമായിട്ട് വരുന്നൊരു കമ്പനിയാണ് റോവാൻ ഡ്രില്ലിംഗ് ഇൻ്റർനാഷണൽ പറഞ്ഞൊരു കമ്പനി. ആ കമ്പനിയിലേക്ക് മെയിൻ്റനൻസിനായിട്ട് ഞാനും ഞങ്ങളുടെ കമ്പനിയിൽ, ഞാൻ അൽസാമിൽ എന്ന് പറയുന്ന കമ്പനിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ആ കമ്പനിയിൽ നിന്ന് ഞാനും ഒരു ഈജിപ്ഷ്യൻ സൂപ്പർവൈസറും കൂടെ ഞങ്ങൾ മെയിൻ്റനൻസിന് പോയി അവിടെ ചെന്ന് ജോലി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അവിടെ എൻ്റെ ജോലിയൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ അവരോട് ചോദിച്ചു, എനിക്കിങ്ങനെ റിഗിലേക്ക് വരാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് എന്നെ എടുക്കാൻ പറ്റും. അപ്പോൾ അവർ എനിക്ക് 2 മാസം ഞാൻ അവിടെ ജോലി ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലും എൻ്റെ ജോലിയുടെ പെർഫോമൻസ് കണ്ട് അവർക്ക് അത് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഓഫർ തരികയാണ്. അപ്പോൾ ഓഫർ ലെറ്ററുമായിട്ടാണ് തിരിച്ച് കരയിൽ വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ നിലവിലുള്ള കമ്പനിയിൽ ഞങ്ങൾക്ക് അവർ NOC തന്നാൽ മാത്രമേ ഈ പുതിയ കമ്പനിയിലേക്ക് ഞങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റൂ. അപ്പോൾ NOC കിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഞാൻ കൂട്ടായ്മയിൽ ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട്, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ എൻ്റെ നിലവിലെ കമ്പനിയിൽ നിന്ന് എനിക്ക് ഓഫർ NOC കിട്ടത്തില്ല. അപ്പോൾ അതിനുവേണ്ടി NOC കിട്ടാനും എനിക്ക് ഈ പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്യാനും, അതായത് ഒരു സ്വപ്നതുല്യമായ ഒരു ജോലിയായിരുന്നു. 4 ആഴ്ച ജോലിയും 4 ആഴ്ച ലീവുമാണ്. അപ്പോൾ അത് ഞാൻ സാധാരണക്കാരനാണ്, എനിക്ക് 2 വർഷം കഴിഞ്ഞാണ് നാട്ടിൽ വരാൻ പറ്റുന്നത് ഈ പഴയ കമ്പനിയിൽ. അപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ അത് സങ്കല്പിക്കാൻ പറ്റാത്ത ഒരു ഓഫറായിരുന്നു. അപ്പോൾ ആ സമയത്ത് കൂട്ടായ്മയിൽ പറഞ്ഞു, ഞാൻ ചെന്ന് തോമസ് ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു, കൂട്ടായ്മയിൽ വന്ന എല്ലാവരുടെ അടുത്തും പറഞ്ഞു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന സഹായം നൽകി എനിക്ക്. അങ്ങനെ അത് പ്രാർത്ഥിച്ചിരിക്കുക. വേറൊരു സുഹൃത്ത് എന്നോടൊന്ന് പറഞ്ഞു, 1000 റിയാൽ തന്നു കഴിഞ്ഞാൽ ഞാൻ NOC സംഘടിപ്പിച്ച് തരാം, നമുക്ക് NOC ഉണ്ടാക്കി തരുന്ന ആളുണ്ട്. അപ്പം ഞാൻ അതിൽ പറഞ്ഞില്ല, അങ്ങനെ പോകാൻ എനിക്ക് താല്പര്യമില്ല. എൻ്റെ ദൈവം എനിക്ക് ഒരുക്കിയ വഴിയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് കർത്താവ് അതിനുവേണ്ടി എനിക്ക് വാതിൽ തുറന്നു തരും എന്നുള്ള വിശ്വാസത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആ പുതിയ കമ്പനിയിൽ HR മാനേജറിനെ ഒരു പ്രാവശ്യം കോൺടാക്ട് ചെയ്ത്, അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ ജലീൽ എന്നാണ്, മലയാളിയാണ് അദ്ദേഹം. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഇതെനിക്ക് NOCയുടെ കാര്യമൊന്നും ശരിയായിട്ടില്ല, ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ NOC ശരിയായിട്ട് മാത്രം ഇവിടെ വന്നാൽ മതി, അല്ലെങ്കിൽ ഞങ്ങളുടെ പുതിയ ഇൻ്റർനാഷണൽ കമ്പനിയാണ്, നിങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് പുതിയ പാസ്പോർട്ടൊക്കെ ഉണ്ടാക്കി തിരിച്ചുകൂടെ വരാൻ പറ്റില്ല, അങ്ങനെ ഞങ്ങൾ എടുക്കുകയില്ല, ഇവിടെ തന്ന പാസ്പോർട്ട് ഡീറ്റെയിൽസ് തന്നെ തിരികെ വരണമെന്ന് പറഞ്ഞു, ഇവിടെ വരണം, ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് 2008 ആദ്യം അവിടെ മാധ്യമം പേപ്പറിൽ ഒരു വാർത്ത വരികയാണ്, നിലവിൽ നിങ്ങൾ നിൽക്കുന്ന കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് എക്സിറ്റ് പോയി തിരികെ വരുന്നതിന് NOC വേണ്ട. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. നമുക്കെതിരെ ഒരു രാജ്യം തന്നെ എതിരെ നിന്നാലും കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട എന്ന റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലുള്ള ആ വാക്യം എനിക്ക് ഓർമ്മ വരെയാണ്. സത്യത്തിൽ അത് വിശ്വസിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ബോംബെയിലുള്ള ഒരു ആസ്മാക്സ് എന്ന് പറയുന്ന ഏജൻസിയിൽ ഉള്ള ഒരാളുടെ നമ്പർ കിട്ടി. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് തിരക്കുമ്പോൾ ശരിയാണ്, ഒരാഴ്ച ആയതേ ഉള്ളൂ ഈ നിയമം വന്നിട്ട്, അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിലും എപ്പോൾ പോകണമെങ്കിലും വന്നു പോകാം. അപ്പം ഞാൻ ആ പുതിയ കമ്പനിയിൽ HR മാനേജർ അബ്ദുൽ ജലീൽ സാറിനെ വീണ്ടും വിളിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പേപ്പറിലൊക്കെ അങ്ങനെ പല കാര്യങ്ങളും വരും, ഉള്ള കഞ്ഞിയിൽ പണ്ണുവാരി ഇട്ടിട്ട് തിരികെ വരാൻ പറ്റാത്ത അവസ്ഥയാവരുത്. ഞാൻ പറഞ്ഞു, സാറേ അത് എൻ്റെ റിസ്ക്കാണ്, ഞാൻ തീർച്ചയായിട്ടും ഞാൻ തന്ന പാസ്പോർട്ടിന് ആ ഡീറ്റെയിൽസ് തന്നെ ഞാൻ ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ അതേ ഉടനെ എനിക്ക് മൾട്ടി ലിങ്ക് എന്ന് പറഞ്ഞ കൊച്ചിയിൽ ഓഫീസിൻ്റെ ഡീറ്റെയിൽസ് വന്നു, എൻ്റെ വിസ നമ്പരും പേരും ഒക്കെ പറഞ്ഞു തന്നു, നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ ഇവിടെ കോൺടാക്ട് ചെയ്താമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് ഒരു അമർ ഉണ്ട്, ഒരു ഈജിപ്ഷ്യൻ എഞ്ചിനീയറാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടു. ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഇതിനൊരു ഓഫർ കിട്ടിയിട്ടുണ്ട്, എനിക്ക് പോകണം, സാർ എന്നെ പ്രത്യേകം സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് എന്നോട് വളരെ സ്നേഹപൂർവ്വം പെരുമാറി. എനിക്ക് സാധാരണ നമ്മൾ 1 മാസം നോട്ടീസ് പേ കൊടുത്തു കഴിഞ്ഞാലേ നമുക്ക് അവിടെ നിന്ന് വരാൻ പറ്റും. ഒരു 3 ആഴ്ചക്കുള്ളിൽ അദ്ദേഹം എല്ലാം റെഡിയാക്കി തന്നു. അങ്ങനെ എനിക്ക് വന്നു. ഞാൻ 2008 ഓഗസ്റ്റ് 14-ാം തീയതി ഇവിടുന്ന് പുതിയ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്തു. ആ പഴയ പാസ്പോർട്ടിൽ തന്നെ ഞാൻ പോയി, എല്ലാം ക്ലിയറായി. ഞാൻ അവിടെ ചെന്ന് ഞങ്ങളുടെ കൂട്ടായ്മയിൽ ചെന്നു, ഞാൻ സാക്ഷ്യം പറഞ്ഞു. ഇപ്പോൾ ഇതല്ല അതിൻ്റെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നു കഴിഞ്ഞാൽ, ഞങ്ങൾ ബഹ്റൈനിൽ ചെന്ന് ഇറങ്ങിയിട്ട് ബഹ്റൈനിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് സൗദി അറേബ്യയിലേക്ക് കൊണ്ടുവരികയാണ് ഈ പുതിയ കമ്പനി ചെയ്യാറുള്ളത്. ഡ്രില്ലിംഗ് കമ്പനിയാണ്. ഞങ്ങൾ അവിടെ വന്ന് ഇറങ്ങിയിട്ട് അങ്ങനെയാണ് വരികയും പോയി ചെയ്തത്. അപ്പോൾ സെക്കൻഡ് ടൈം ഞാനിങ്ങനെ പോയി വന്ന സമയത്ത്
ഡ്രൈവറിനോട് ചോദിച്ചു, ഇപ്പോൾ ഈ നിയമം മാറിയല്ലോ, എല്ലാവർക്കും ഇപ്പോൾ ഇങ്ങനെ പോയി വരാമല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, സെന്തിൽ എന്നാണ് ആ ഡ്രൈവറിൻ്റെ പേര്, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അത് മോസസ് ബായി, അത് കുറച്ച് നാളത്തേക്ക് വേണ്ടി മാത്രം ഉണ്ടായിരുന്ന ഒരു നിയമമായിരുന്നു. ആ നിയമം മാറി ഇപ്പോൾ പഴയ കണക്ക് 2 വർഷം അല്ല 3 വർഷം കഴിഞ്ഞേ നമുക്ക് തിരികെ വരാൻ പറ്റത്തുള്ളൂ. അതായിരുന്നു ആ സമയത്തെ അവസ്ഥ. സത്യത്തിൽ അത് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും ദൈവം നമുക്ക് വേണ്ടി ഒരു രാജ്യത്തെ നിയമം മാറ്റി നമ്മളെ അവിടെ കൊണ്ടുവന്നിട്ട് വീണ്ടും ഞാൻ ജീവിക്കുന്ന കർത്താവായിട്ട് നിനക്ക് വേണ്ടി ഞാൻ പൊരുതി എന്നുള്ളൊരു സൈനാണ് അവിടെ കാണിച്ചത്. ഞാൻ വന്ന് ഒരു മാസം കഴിഞ്ഞ് ആ നിയമം വീണ്ടും പഴയ കണക്ക് തന്നെ ആയി മാറിയായിരുന്നു. അപ്പോൾ ഇപ്പം നിലവിൽ ഞാനിങ്ങനെ ഈ കമ്പനിയിൽ ജോലിയാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ ഈ കമ്പനി ജോലി ചെയ്യുന്നു. 1 മാസം ജോലി, 1 മാസം ലീവ്. അപ്പോൾ ഞാനന്ന് അത്ര ആഴത്തിലല്ല പറഞ്ഞെങ്കിലും 4 മണിക്കൂർ ദൈവത്തിന് വേണ്ടി കളഞ്ഞാൽ 40 മണിക്കൂർ തരാൻ കഴിവുള്ള കർത്താവാണ്, ആ ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറഞ്ഞത് സത്യത്തിൽ യാഥാർത്ഥ്യമായി മാറി. ഞാൻ കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ ഡ്രില്ലിംഗ് കമ്പനി ജോലി ചെയ്യുന്നെങ്കിലും എല്ലാ മാസവും വീട്ടിൽ ദൈവം ദാനമായി വീട്ടിൽ വരികയാണ്. എൻ്റെ ജീവിത പങ്കാളിയും മക്കളോടായിട്ട് ഞാൻ സന്തോഷം തിരികെ വീണ്ടും പോകുന്നു. അപ്പോൾ അതൊരു സത്യം ഒരു ഡ്രീം ലൈഫ് തന്നെയാണ്. അത് വളരെ വിരളമായ ആൾക്കാർക്ക് മാത്രമാണ് ഇങ്ങനെയൊക്കെ ഒരു ചാൻസ് കിട്ടാറ്. അത് ദൈവത്തിൻ്റെ വലിയൊരു കൈവപ്പാണ്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ആരാണ് നിന്നെ കൊണ്ടുപോയത്, അങ്ങനെയാണ് ഈ കമ്പനിയിൽ വരാൻ വഴിയൊരുങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞ വഴി യേശുക്രിസ്തു മാത്രമാണ്. അപ്പോൾ അവരത് വിശ്വസിച്ചിട്ടില്ല. ഞാൻ ഈ സാക്ഷ്യം പലരിടത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയാണ് ഈ കമ്പനിയിൽ വന്നത്, എന്നെ ഈശോയാണ് ഇവിടെ കൊണ്ടുവന്നത്, ഇതാണ് എൻ്റെ കാര്യങ്ങൾ, ഇങ്ങനെയാണ് നിയമങ്ങൾ മാറിയത്, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത് എന്നുള്ളത്. ഈ കമ്പനി കയറിയതിന് ശേഷം എനിക്ക് പ്രതിസന്ധി ഉണ്ടായി. 2010 ആയപ്പോൾ ആഗോള മാന്ദ്യം വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കയറിയ 4 റിഗ്, ഞങ്ങളുടെ കമ്പനിയുടെ 4 റിഗിനെ അറാംകോ സസ്പെൻഡ് ചെയ്തു. അങ്ങനെ 2010 ഷാർജയിൽ ലാംബറിൽ വന്നു. 2010 ജാനുവരി 22 തന്നെ ഞങ്ങളുടെ മാനേജർ വന്നിട്ട് പറയാണ്, നിങ്ങളെ കുറച്ച് പേരെ ഞങ്ങൾ നിർത്തിയിരുന്നതാണ്, പക്ഷേ ഇപ്പം നിർത്താൻ പറ്റത്തില്ല, കമ്പനിക്ക് കോൺട്രാക്റ്റ് ഇല്ല, നിങ്ങളെ പറഞ്ഞു വിടുകയാണെന്ന്. അങ്ങനെ 2010 തിരിച്ച് നാട്ടിൽ വന്നു. 1.5 വർഷം ആ കമ്പനി ജോലി ചെയ്തു. അങ്ങനെ നിൽക്കവേ ഒരു മാസാദി വെള്ളിയാഴ്ച, ഫെബ്രുവരി മാസാദി വെള്ളിയാഴ്ച, ഞാനും എൻ്റെ വൈഫും, മൂത്ത മകനുണ്ട് അന്നേരം, 1 വയസ്സായതേ ഉള്ളൂ. ആ മകനുമായിട്ട് 1 വയസ്സായില്ല മകന്, വളരെ കുഞ്ഞാണ്, 8 മാസം പ്രായം കണ്ടുണ്ട്. ഞങ്ങൾ വൈഫ് ഹൗസിൽ പോയിട്ട് തിരിച്ചു വന്ന് രാത്രി TV ഓൺ ചെയ്ത്, മാസാദി വെള്ളിയാഴ്ചയാണ്, ഷാലോം TVയിൽ മാസാദി വെള്ളിയാഴ്ചത്തെ നൈറ്റ് വിജിൽ പ്രാർത്ഥന നടക്കുകയാണ്. അപ്പം ഞങ്ങൾ കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് ഞങ്ങൾ 2 പേരും നൈറ്റ് വിജിൽ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ 15-ാം തീയതി എനിക്ക് മാർച്ച് ഫസ്റ്റ് വീക്കിൽ ഞാൻ ജാനുവരി 22-ാം തീയതി നാട്ടിൽ വന്നു. ഫെബ്രുവരി എനിക്ക് ഫസ്റ്റ് വീക്കിൽ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് കോള് വരികയാണ്, നിങ്ങൾ ഖത്തറിലേക്ക് നിങ്ങൾ ആവശ്യമുണ്ട്, നിങ്ങൾക്ക് വരാൻ തയ്യാറാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ സാധാരണ 28 ദിവസം, ആ കറക്റ്റ് 28 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ, നമ്മൾ വെക്കേഷൻ വരുന്ന ആ പീരീഡ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വീണ്ടും ഖത്തറിലേക്ക് പോകാൻ കഴിഞ്ഞു. അവിടെ ഖത്തറിൽ ഞാൻ വർക്ക് ചെയ്തു, അവിടുത്തെ കോൺട്രാക്റ്റ് കഴിഞ്ഞു. തിരിച്ച് വീണ്ടും ഞാൻ സൗദി അറേബ്യയിൽ വന്നു. സൗദി അറേബ്യയിൽ ഇപ്പോഴും തുടർന്ന് കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പോൾ അറാംകോയുടെ ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയായി ഞങ്ങളുടെ കമ്പനി മാറി. ARO ഡ്രില്ലിംഗ് എന്ന കമ്പനിയിൽ മെയിൻ്റെനൻസ് വിഭാഗത്തിൽ റിഗിൽ ഞാൻ വർക്ക് ചെയ്യുകയാണ്. അപ്പം ഞാൻ ഈ പുതിയ കമ്പനിയിൽ കയറിയതിന് ശേഷം എനിക്കുണ്ടായ ഒരു മറക്കാനാത്ത ഒരു വലിയൊരു അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ ആക്സിഡൻറ്റ് ഇൻസിഡൻ്റൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴേ കമ്പനി ആളുകളെ പറഞ്ഞു വിടുകയാണ് പതിവ്. അപ്പം ഞാൻ ക്രെയിൻ ഓപ്പറേറ്റർ വെൽഡറായിട്ട് വർക്ക് ചെയ്യുകയെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രൊമോഷനായി, ക്രെയിൻ ഓപ്പറേറ്ററായിട്ട് പ്രൊമോഷനായി. അപ്പോൾ ഉച്ചയ്ക്ക് 12 തൊട്ട് രാത്രി 12 മണി വരെയാണ് ഞങ്ങളുടെ ഷിഫ്റ്റ്. അങ്ങനെ 2 ആഴ്ച ചെയ്യണം. 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും രാത്രി 12 തൊട്ട് ഉച്ചയ്ക്ക് 12 മണി വരെ ആവും ഷിഫ്റ്റ്. അങ്ങനെ രാത്രി ഷിഫ്റ്റിൽ ഞാൻ ഡ്യൂട്ടിക്ക് വന്ന് ഹാൻഡ് ഓവറൊക്കെ വാങ്ങി. അങ്ങനെ ഞാൻ സത്യത്തിൽ അവിടെ ഇത്തിരി ബിസി ആയിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാനിങ്ങനെ ക്രെയിൻ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ട് വരാനകത്ത് ഓപ്പോസിറ്റ്, അതായത് 2 സ്റ്റാർബോർഡ് സൈഡ്, പോർട്ട് സൈഡ്, വലത്ത് സൈഡ് ഇടത്ത് സൈഡ് 2 ക്രെയിനുണ്ട്. ഞാനത് ഇടത്ത് സൈഡിലെ ക്രെയിനാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. വലത്ത് സൈഡിലെ ക്രെയിൻ എൻ്റെ ബൂം സത്യത്തിൽ ഓൺ ദ വേയിലായിരുന്നു. അതായത് ഞാൻ സാധനം എടുത്തുകൊണ്ട് പോകുന്ന വേയിലായിരുന്നു എൻ്റെ ബൂം നിന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാനത് ശ്രദ്ധിക്കുന്നില്ല. ഞാൻ ഈ ക്രെയിനിൽ സാധനം പൈപ്പ് ലിഫ്റ്റ് ചെയ്തിട്ട് ഞാനിങ്ങനെ റിഗ് ഫ്ലോറിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ ക്രെയിൻ ക്യാബിൽ ഒരു കോൾ വരികയാണ്.
ഒരു സൗദി ചുമ്മാ തന്നെ വിളിക്കുകയാണ്. ചുമ്മാ ഇങ്ങനെ കോൾ റിങ് നിരന്തരം. അപ്പം ഞാൻ പെട്ടെന്ന് ക്രെയിൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അവനോട് സംസാരിച്ചു. അപ്പോൾ അവൻ ഒരു കാര്യമില്ല എന്നെ വിളിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് വിശേഷം? ഞാൻ പറഞ്ഞു, നീ ജോലി ചെയ്യുന്ന സമയത്താണോ നീ ഇതെന്നെ വിളിക്കുന്നതെന്ന് നോക്കിയിട്ട് അവനോടിങ്ങനെ പറഞ്ഞ് ഞാൻ മേളിലോട്ട് പോകാൻ നേരത്ത് മറ്റേ ക്രെയിൻ്റെ ബൂമും എൻ്റെ ക്രെയിൻ്റെ ബൂമും ഇങ്ങനെ നിൽക്കുകയാണ്. ഏതാണ്ട് ഒരു 2 അടി വ്യത്യാസമേ ഉള്ളൂ. ഒരു 2 അടിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞെങ്കിൽ ഞാൻ ചെന്ന് ഈ വലത്തെ സൈഡിലെ ക്രെയിൻ്റെ ബൂമിൽ വന്ന് ഈ ഞാൻ ഓടിക്കുന്ന ക്രെയിൻ്റെ ബൂം ഒന്ന് ഇടിക്കുകയും വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടാവുകയും എൻ്റെ ജോലി തന്നെ നഷ്ടപ്പെടാൻ പറ്റുന്ന ഒരു അവസ്ഥയും തന്നെയായിരുന്നു. അത് പരിശുദ്ധാത്മാവായിട്ട് ആ ഒരു വല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ആ രാത്രി ആ സമയത്ത് അതാണ് ദൈവം നമ്മുടെ കൂടെ എപ്പോഴും നടക്കുന്നുണ്ട്. പല രീതിയിൽ പലരിൽ കൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. അദ്ദേഹത്തിന് എന്നെ വിളിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ അദ്ദേഹം ആ ഫോൺ ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ആ ക്രെയിൻ മൂവ്മെൻറ്റ് ചെന്ന് മറ്റേ ക്രെയിനിൽ ഇടിക്കും, എൻ്റെ ജോലി നഷ്ടപ്പെടും, എനിക്ക് അവിടുന്ന് തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ ആ ഒരു ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു അത്. ഞാൻ ആ സമയത്ത് ആ ക്രെയിൻ ക്യാബിലിരുന്ന് ദൈവത്തെ സ്തുതിച്ചതിന് സത്യത്തിൽ കരഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് ദൈവത്തിന് നന്ദി പറഞ്ഞു ആ സമയത്ത്. അത് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എൻ്റെ തൊഴിൽ മേഖല എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവമായിരുന്നു. കൊറോണ കാലഘട്ടത്തിൽ അതുപോലെ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് ഞാൻ ഈ ക്രെയിൻ ഓപ്പറേറ്റർ ആയതിനു ശേഷം കമ്പനിയിൽ ആ പോസ്റ്റുകളിലേക്കെല്ലാം സൗദികളെ സ്വദേശിവൽക്കരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ ആ പോസ്റ്റുകളിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് കമ്പനി സ്വദേശിവൽക്കരണം നടത്തി. അപ്പോൾ ഞങ്ങളുടെ അമേരിക്കൻ മാനേജർ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, മോസസ്, നിന്നെ ഈ ക്രെയിൻ ഓപ്പറേറ്ററിൽ നിന്ന് അസിസ്റ്റൻറ്റ് ക്രെയിൻ ഓപ്പറേറ്റർ ആക്കിയാണ്. കാരണം ഈ പോസ്റ്റിലേക്ക് സ്വദേശിവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിനക്ക് ഈ പോസ്റ്റിലേക്ക് നീ സൈൻ ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ നിൻ്റെ തൊഴിൽ നഷ്ടപ്പെടും എന്നൊരവസ്ഥ വന്നു. അപ്പോൾ ഈ കൊറോണ കാലഘട്ടമാണ്. കൊറോണ ഇവിടെ സ്പെഷ്യൽ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഞങ്ങൾ എംപ്ലോയീസിനെ ബോംബെ വഴി കമ്പനി കൊണ്ടുപോയത് ആ സമയമാണ്. അങ്ങനെ ആ സമയത്ത് ഈ ഒരു പ്രതിസന്ധി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ വെൽഡറായിട്ട് ജോലി ചെയ്യുകയാണ്. എനിക്ക് ക്രെയിൻ ഓപ്പറേറ്ററായിട്ട് പ്രൊമോഷനായത്. അപ്പോൾ വെൽഡറിൻ്റെ ആ ഒരു പൊസിഷനിൽ നിന്ന് ഞാൻ ക്രെയിൻ ഓപ്പറേറ്ററായി വീണ്ടും ആ വെൽഡറിൻ്റെ എന്നെക്കാട്ടി പൊസിഷനിൽ ലോ ലെവലാണ് അസിസ്റ്റൻറ്റ് ക്രെയിൻ ഓപ്പറേറ്റർ എന്ന് പറയാം. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, എനിക്കത് പറ്റില്ല. അന്നേരം അദ്ദേഹം പറഞ്ഞു, നീ പറ്റില്ല എന്ന് പറയരുത്, കാരണം നീ അത് ചെയ്തില്ലെങ്കിൽ നിൻ്റെ ജോലി നഷ്ടപ്പെടും, നീ തൽക്കാലം ഇത് സൈൻ ചെയ്യും. അങ്ങനെ ഒരു അവസ്ഥയിൽ നമുക്ക് എവിടെയെങ്കിലും ക്രെയിൻ ഓപ്പറേറ്ററിൻ്റെ വേക്കൻസിയോ അല്ലെങ്കിൽ വെൽഡറിൻ്റെ വേക്കൻസിയോ വരുമ്പോൾ നിന്നെ വിടാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ ആ പേപ്പർ സൈൻ ചെയ്തു അസിസ്റ്റൻറ്റ് ക്രെയിൻ ഓപ്പറേറ്ററായിട്ട്. അങ്ങനെ ഇരിക്കുകയെ ഞങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി വളരെ ശക്തമായി മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ഒരു ഫ്രണ്ടുണ്ട്, ജാസ്മിൻ എന്ന് പറഞ്ഞ്. അപ്പം ഞാൻ അവരെ അവിടെ നിന്ന് വിളിക്കുകയാണ്. ഞാൻ പറയും, ഇങ്ങനെ ജാസ്മിൻ, എനിക്കിങ്ങനെ വളരെ പ്രതിസന്ധി നിൽക്കുകയാണ്. എനിക്ക് ഈ പോസ്റ്റിലും അത്ര ഗ്യാരൻ്റി ഉള്ളൊരു പോസ്റ്റല്ല അസിസ്റ്റൻറ്റ് ക്രെയിൻ ഓപ്പറേറ്റർ. അതിലും അവർ സൗദികളെ പെട്ടെന്ന് വയ്ക്കും. അപ്പോൾ എനിക്ക് വെൽഡിങ്ങിൻ്റെ ജോബിലേക്ക് തന്നെ വേറെ ഏതെങ്കിലും റിഗിലേക്ക് പോകണം. കാരണം ഞാൻ പ്രൊമോഷനായപ്പോൾ എൻ്റെ ഇതിൽ വേറെ ഇന്ത്യക്കാരെ അവർ ഹയർ ചെയ്തു. അവിടെ ആ ഗ്യാപ്പ് അവിടെ ഫില്ല് ചെയ്തു. അപ്പം ഞാൻ നിലവിൽ നിൽക്കുന്ന റിഗിൽ വേക്കൻസി ഇല്ല. അപ്പോൾ പുതിയ റിഗിലേക്ക് പോയാലേ പറ്റൂ. അങ്ങനെ ഇരിക്കവേ അപ്പോൾ ഞാൻ ഈ നമ്മുടെ ഈ സുഹൃത്ത്, ഞങ്ങളുടെ ആത്മീയ സുഹൃത്താണ്, ജാസ്മിനെ വിളിക്കുകയും ജാസ്മിൻ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ വിഷമിക്കേണ്ട, ചേട്ടനൊന്നും സംഭവിക്കില്ല, ചേട്ടൻ ഉടനെ തന്നെ പുതിയ റിഗിലേക്ക് പോകും എന്ന് വളരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് എനിക്ക് മെസ്സേജ് വന്നു. അങ്ങനെ ഞാൻ അവിടെ നിൽക്കവേ പെട്ടെന്ന് എനിക്കൊരാളുടെ വേറൊരു റിഗിൽ ഒരാളുടെ ഒരു നമ്പർ ഓർമ്മ വരികയാണ്. ഞാൻ അദ്ദേഹത്തെ വിളിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഉണ്ണി എന്നാണ്. അപ്പോൾ അദ്ദേഹം ആ റിഗിലെ റേഡിയോ ഓപ്പറേറ്ററാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഉണ്ണിച്ചേട്ടാ, നിങ്ങളുടെ റിഗിൽ വെൽഡർമാരെ വേക്കൻസിയിലുണ്ടോ? ഞാൻ വന്ന് എത്ര നാൾ വേണമെങ്കിലും നിൽക്കാം. അപ്പോൾ കൊറോണയല്ലേ, കുഴപ്പമില്ല, എനിക്ക് നാട്ടിൽ പോകണമെന്ന് താല്പര്യമില്ല ഇപ്പോൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ഇവിടെ നിൽക്കുന്ന ഒരു വെൽഡറിന് നാട്ടിൽ പോകണം, അപ്പം ഇവിടെ ഞങ്ങളുടെ മാനേജറുമായിട്ട് സംസാരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ അയാളുടെ മാനേജരും ഞങ്ങളുടെ റിഗിലെ മാനേജറുമായിട്ട് സംസാരിച്ചു. ഇങ്ങനെ ആളിനെ വേണമെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ എനിക്ക് താൽക്കാലികമായിട്ട് ഈ റിഗിലേക്ക് വരാൻ ഞാൻ നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ റിഗിൽ നിന്ന് മാനേജർ എന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നീ അവിടെ പോയി നിൻ്റെ ആറ്റിറ്റ്യൂഡ് നല്ലതാണെങ്കിൽ നിന്നെ അവിടെ പെർമനൻ്റായിട്ട് അവർ വെൽഡറാക്കി വെച്ചിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആ കൊറോണ സമയം എന്ന് പറഞ്ഞാൽ അറിയാം, തൊഴിൽ നഷ്ടപ്പെട്ടു, ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്ന റിഗിലേക്ക് വരികയും അവിടെ തുടർന്ന് ഒരു 6 മാസം ഞാൻ അവിടെ ജോലി ചെയ്യുകയും വെൽഡറായിട്ട് കണ്ടിന്യൂ അവിടെ നിൽക്കുകയും
ആ സമയത്ത് എനിക്ക് ഇച്ചിരി സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നു, വീട് വെച്ച ലോണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എക്സ്ട്രാ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് നല്ല ഓവർ ടൈം പൈസയൊക്കെ കിട്ടും. അപ്പോൾ അത് എനിക്കൊരു ആശ്വാസമായി. നമ്മുടെ ലോണെല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റി. അപ്പോൾ ആ സമയത്ത് എനിക്ക് അവിടെ തുടർന്ന് നിൽക്കുകയും നമ്മുടെ തൊഴിലും നമ്മുടെ ആറ്റിറ്റ്യൂഡൊക്കെ അവർ ഇഷ്ടപ്പെടുകയും ഇപ്പം നിൽക്കുന്ന റിഗിലേക്ക് എനിക്ക് പെർമനൻ്റായിട്ട് അവർ വേക്കൻസി തരികയും വെൽഡറായിട്ട് എന്നെ പ്രൊമോട്ട് ചെയ്യുകയും അങ്ങനെ ഞാൻ അതും ഒരു വലിയൊരു മിറാക്കിളാണത്. അപ്പോൾ അതൊരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ വലിയൊരു ശക്തിയാണ്. അവർ ഞങ്ങൾക്ക് വേണ്ടി വളരെ ശക്തമായി സഹോദരി പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഒരു വലിയൊരു ഫലമാണ് സത്യത്തിൽ ഇപ്പോഴും ഈ കമ്പനിയിൽ ഈ നിലവിൽ നമ്മൾ ഈ ആ പൊസിഷനിൽ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതും മറക്കാൻ പറ്റാത്ത ഒരു വലിയൊരു അനുഭവം തന്നെയാണ്. അപ്പം ഞാൻ പഴയ കമ്പനിയിലായിരുന്നപ്പോഴും പ്രാർത്ഥനയ്ക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ മുടക്കം വരുത്തിയിട്ടില്ല. ഞങ്ങൾക്ക് 6 മണിക്ക് ഡ്യൂട്ടി തുടങ്ങും, വൈകിട്ട് 4 മണിക്ക് ഡ്യൂട്ടി തീരും. ഓവർ ടൈം ഉണ്ടെങ്കിൽ ചിലപ്പോൾ 8 മണി വരെ ആവും. എങ്കിലും എല്ലാ ദിവസവും ഞാൻ നേരത്തെ എഴുന്നേൽക്കുകയും ഒരു 1/4 മണിക്കൂർ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയും ചെയ്തതിന് ശേഷമാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകാറുള്ളത്. അത് എനിക്ക് തിരിച്ചു വരുമ്പോഴും ഞാൻ ദൈവത്തോട് നന്ദി പറയുകയും പ്രത്യേകമായി ജപമാല പ്രാർത്ഥന ഞാൻ മുടക്കാറില്ല. ഈ റിഗിൽ പോയതിനു ശേഷവും എനിക്ക് ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ 1 മണിക്കൂർ മുമ്പേ 2 മണിക്കൂർ മുമ്പേ നേരത്തെ എഴുന്നേൽക്കുകയും, കാരണം നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമ്മളോട് ദൈവം ചേർന്ന് നിൽക്കുന്ന ഒരു അനുഭവമാണ് എൻ്റെ പ്രവാസ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടത്, പ്രാർത്ഥനാ ജീവിതത്തിൽ ഇപ്പോഴും. കാരണം ഞാൻ 2 മണിക്കൂർ നേരത്തെ നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും കർണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഡ്യൂട്ടിക്ക് പോകാറുള്ളത്. അതിൻ്റെ പല തീരാത്ത ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ചെറിയ അപകടങ്ങളാണെങ്കിലും അതിൽ നിന്നെല്ലാം ദൈവം നമ്മളെ കാത്തുകൊണ്ട്, ഡ്യൂട്ടി ഇല്ലെങ്കിൽ പോലും പലപ്പോഴും നൈറ്റ് ഡ്യൂട്ടി ചെയ്യേണ്ട സമയത്ത് ഡ്യൂട്ടി കഴിഞ്ഞാൽ പോലും സൗദികളൊക്കെ വന്ന് എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ ജോലി ചെയ്ത് ഞാനിങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ട് റിഗിലൊരു ചുറ്റും ഇങ്ങനെ നടക്കും, എന്താണിത്? അപ്പോൾ ഞാൻ അവർക്കത് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇന്ന പ്രാർത്ഥനയാണ്, ഞങ്ങൾ മറിയത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ കൂടുതലും ഞാൻ ജപമാല പ്രാർത്ഥനയിലാണ് കൂടുതൽ ഞാൻ ശക്തിപ്പെട്ടത്. ഞാൻ ഒരിക്കലും പ്രാർത്ഥന മുടക്കിയിട്ടില്ല. പ്രാർത്ഥന കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ മറ്റെന്ത് കാര്യങ്ങൾക്കും, ഡ്യൂട്ടിക്കായാലും മറ്റെന്ത് കാര്യങ്ങളായാലും ഞാൻ ചെയ്യുന്നത്. അതിനുവേണ്ടി ഞാൻ നേരത്തെ ആ സമയം ഞാൻ വില കൊടുക്കും. ഞാൻ നാട്ടിൽ വരുമ്പോഴാണെങ്കിലും എല്ലാ ദിവസവും ഞാൻ ദിവ്യബലി മുടക്കാറില്ല. എൻ്റെ ഭാര്യയും മക്കളെയും കാണുക എന്നതിനേക്കാൾ ഉപരി എനിക്ക് നാട്ടിൽ വരുമ്പോൾ സന്തോഷം, ദിവ്യബലിക്ക് എല്ലാ ദിവസവും പോകാമല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഞാൻ വരുന്നത്. മാക്സിമം എല്ലാ ദിവസവും ഞാൻ ദിവ്യബലിക്ക് പോകും. ജപമാല പ്രാർത്ഥന ഒരിക്കലും മുടക്കാറില്ല. 3 മണിക്കുള്ള കരുണക്കൊന്ത ഞാൻ കമ്പൽസറി ആയിട്ട് അത് ചെയ്യാറുണ്ട്. സ്പിരിച്വൽ ലൈഫ് അങ്ങനെയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഒരിക്കലും പ്രാർത്ഥനാ ജീവിതത്തിൽ എത്ര ലേറ്റായിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാൽ പോലും ബൈബിൾ വായിക്കാതെയും പ്രാർത്ഥിക്കാതെയും ഞാൻ കിടക്കാറില്ല. ദൈവത്തിന് നന്ദി പറയാതെ ഞാൻ കിടക്കാറില്ല. അതിനൊക്കെ ഏർലി മോർണിംഗിലായാലും എഴുന്നേറ്റിട്ട് അത് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ജോലിക്ക് പോകാറുള്ളൂ. എൻ്റെ ഭാര്യ പേര് റാണി എന്നാണ്. ഞങ്ങൾക്ക് 3 മക്കളാണ്. അബ്രഹാം, അവനിപ്പോൾ കാനഡയിൽ കള്ളിനറി ആർട്സ് എന്ന് പറയുന്ന കോഴ്സ് പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ മോറീസ് എന്നാണ് മോൻ്റെ പേര്. അവൻ +1 പഠിക്കുന്നു. മകള് റീത്ത മരിയ, അവൾ 8th പഠിക്കുന്നു. ദൈവം ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിച്ചു. നല്ല ജീവിത പങ്കാളിയെ തന്നു, ഞങ്ങൾക്ക് നല്ല മക്കളെ തന്നു. ഒന്നുമില്ലായിരുന്നു, ഞങ്ങൾ 0-ൽ നിന്നാണ്. ഞാൻ എൻ്റെ പ്രവാസിത്വം തുടങ്ങുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹം എനിക്ക് മഴ പെയ്താൽ ചോരാത്ത, വെള്ളം വീഴാത്ത ഒരവസ്ഥയിൽ ഒരു ചെറിയ കട്ട വെച്ചൊരു വീട് വേണം എന്നുള്ളതാണ്. കർത്താവ് എനിക്ക് വളരെ എൻ്റെ സങ്കല്പത്തിന് അപ്പുറത്ത് എനിക്ക് വലിയ ഭവനം തന്നു. 1-2 ഭവനം തന്നു, വാഹനങ്ങൾ തന്നു. എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. കാരണം ഇതിനൊന്നും ഈ ദൈവം തന്ന ദാനങ്ങൾക്ക് എത്രത്തോളം നന്ദി പറഞ്ഞാൽ മതിയാവുമെന്ന് എനിക്കറിയില്ല. എൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയും എൻ്റെ ഉടനീളം എൻ്റെ ആത്മീയ ജീവിതത്തിലും തൊഴിൽ മേഖലയിലും എന്നെ ഒരുപാട് ശക്തിപ്പെടുത്തുന്നുണ്ട്. എൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ മരിച്ചുപോയി. എൻ്റെ വൈഫിൻ്റെ മാതാപിതാക്കൾ ആണ്. അവർ വളരെ വളരെ ശക്തമായിട്ടാണ് എപ്പോഴും പ്രാർത്ഥനയിൽ, ജപമാല പ്രാർത്ഥനയിൽ വൈഫിൻ്റെ പപ്പായും ഹെൻറി പപ്പായും ഫിലോമയും അവരെപ്പോഴും ജപമാലയിൽ ഞങ്ങൾക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ ദിവസമില്ല. അപ്പോൾ ഇവരുടെയൊക്കെ പ്രാർത്ഥന സഹായമാണ് ഞങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത്.
ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ എളിമയോടെ എന്നും നിന്ന് ആ ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പറഞ്ഞ് ഈ ജീവിതം പൂർത്തീകരിക്കണമെന്നാണ് ആഗ്രഹം. പ്രത്യേകമായി ഒരിക്കൽ കൂടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞങ്ങളെ എല്ലാ പ്രതിസന്ധിയിലും പ്രാർത്ഥനയിൽ ശക്തിപ്പെടുത്തുന്ന ജാസ്മിൻ എന്ന ആ സഹോദരിയെ ഓർക്കുന്ന ഈ നിമിഷം, ഞങ്ങൾക്ക് എന്ത് പ്രതിസന്ധി വന്നാണെങ്കിലും ഞങ്ങൾ ജീവിതത്തിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവരെ വിളിക്കാറുണ്ട്. ശക്തമായൊരു മെസ്സേജ് ഞങ്ങൾക്ക് അവരിൽ നിന്ന് ദൈവം വഴി ലഭിക്കാറുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് അവർക്കും കൂടി വേണ്ടി ഞാൻ നന്ദി പറയുന്നു. എല്ലാത്തിനും ദൈവത്തിന് വളരെയേറെ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. ഇതാണ് ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ ആത്മീയ ജീവിതം, ആത്മീയ യാത്ര.